ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ഓണം സ്പെഷ്യലായിട്ട് പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നൊരു പുളിശ്ശേരി റെസിപ്പിയാണിത്. വെള്ളരിക്ക വെച്ചിട്ടാണ് റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ കുറേ ചേരുവകളൊന്നും ഇല്ലാണ്ട് വളരെ പെട്ടെന്ന് എങ്ങനെ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാം എന്നാണ് കാണിച്ചു തരുന്നത്. ഇതിന് വേണ്ടി ഞാനിവിടെ 1/2 കിലോ വെള്ളരി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത വെള്ളരിക്ക തന്നെ നോക്കി വാങ്ങണം. എന്നിട്ട് തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഞാനിത് കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. കുക്കറിലേക്ക് വെള്ളരിക്ക, അതേപോലെ 1/2 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി, ഇത് ഇത്രയും ചേർത്തിട്ട് ഒരൊറ്റ വിസിൽ, ഒരു വിസിൽ വരുമ്പോൾ ഓഫാക്കി സ്റ്റീമെല്ലാം പോയി നമുക്ക് ഉപയോഗിക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കറിവേപ്പിലയും 3 പച്ചമുളകും 1 മുറി തേങ്ങയും ചേർത്ത് കൊടുത്തു. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് വീണ്ടും 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി ഇതേ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പുളിശ്ശേരി തൈര് തന്നെ വാങ്ങാൻ കിട്ടും. ആ തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. വെള്ളരി വെന്ത് സ്റ്റീമെല്ലാം പോയതിന് ശേഷം കുക്കർ തുറക്കണം. അപ്പോൾ സ്റ്റീം പോയതിന് ശേഷം മാത്രം കുക്കർ തുറന്നാൽ മതി. ഒരൊറ്റ വിസിലാണ്. 1/2 കപ്പ് വെള്ളമാണ് ചേർത്തത്. കറക്റ്റ് വെള്ളത്തിൻ്റെ പാകമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി പുളിശ്ശേരിക്ക് വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് അരക്കുന്ന സമയത്തും 1/2 കപ്പ് വേവിക്കുന്ന സമയത്തുമാണ് ചേർത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 1 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അരച്ച അരപ്പ് ഒന്ന് വേവണം. അതിനുശേഷം നമുക്ക് അടിച്ച് വെച്ചിരിക്കുന്ന ആ തൈരും കൂടി ചേർത്ത് കൊടുക്കണം. ഈ സമയം ഉപ്പ് നോക്കണം. അതേപോലെ തന്നെ ഇത്ര ലൂസ് മതിയോന്ന് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് അല്പം കഴിയുമ്പോൾ നല്ലപോലെ കട്ടിയാവും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഉപ്പെല്ലാം നോക്കി ഞാൻ ഉപ്പെല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് താളിക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്, നല്ല നാടൻ ടേസ്റ്റ് കിട്ടൽ. കടുക് ഇതിലേക്ക് 1 ടീസ്പൂൺ ചേർത്ത് നല്ല പോലെ പൊട്ടിക്കഴിയുമ്പോൾ ഞാൻ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 or 3 ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഉലുവ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇത്രയും ചേർത്തതിന് ശേഷം നമ്മളിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ മൂടി വെക്കണം. ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് ഇളക്കിയാൽ മതി, കൂടുതൽ ഇളക്കണ്ട. മൂടി വെച്ച് ഒരു 10 മിനിറ്റോ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് തുറന്നാൽ മതി. അപ്പോഴത്തേക്കും ഇതിൻ്റെ ഫ്ലേവറെല്ലാം എല്ലാ ഭാഗത്തും എത്തുകയും ചെയ്യും. കറിയെല്ലാം നല്ല കുറുകി കിട്ടുകയും ചെയ്യും. അടിപൊളി ടേസ്റ്റാണ്. ഇതേ രീതിയിൽ നിങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. 1/2 കിലോ വെള്ളരിക്ക, 1 കപ്പ് തൈരും മൊത്തത്തിൽ 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ ആദ്യം 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.